ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ, ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം നമുക്കിന്ന് പഠിക്കാം. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദ ട്രംപറ്റ് ജഡ്ജ്മെന്റ്സ്, ഏഴാം മുദ്ര തുറക്കുമ്പോൾ, കുഞ്ഞാട് ഏഴാം മുദ്ര തുറക്കുമ്പോൾ 7 കാഹളങ്ങൾ അതിൽ നിന്ന് വരിക. 7 ദൂതന്മാർ 7 കാഹളങ്ങൾ ഊതുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ട്രംപറ്റ് ജഡ്ജ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് ഈ ഈ പൽക്കാലം നമുക്ക് പഠിക്കാം. അതിന് മുന്നേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് 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 റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. ഈസ് ദ ട്രിബുലേഷൻ ഫോർ ഇസ്രായേൽ ഓർ ദ ഹോൾ വേൾഡ്? ഈ പീഡനകാലം, അതായത് ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച, അത് ഇസ്രായേലിന് വേണ്ടി മാത്രമാണോ അതോ ദ ഹോൾ വേൾഡ്, എല്ലാ ലോകരാഷ്ട്രങ്ങളെയും അത് എഫക്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കുമ്പോൾ, യെരമ്യ പുസ്തകം 30-7 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇത് യാക്കോബിൻ്റെ കഷ്ടകാലം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോക്കസ് ഇസ്രായേലിൻ്റെ ശുദ്ധീകരണമാണ്. ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇസ്രായേലിൻ്റെ ശുദ്ധീകരണം, ഇസ്രായേലിൽ നിന്ന് മലിന്യത നീക്കുക, അവരെ ദൈവത്തിന് കൊള്ളാവുന്നവരായി തികച്ചെടുക്കുക. എന്നാൽ അതിൻ്റെ ഒരു വേൾഡ് വൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-22 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അപ്പൊ നോക്കണേ, അഥവാ ഈ മഹാപീഡനം, ഈ പീഡന സമയം 70-ാമത്തെ ആഴ്ച, ഈ 7 വർഷത്തിൽ അത് ദൈവം ആ ദിവസത്തെ ചുരുക്കിയില്ല എങ്കിൽ ഒരു ജഡവും ശേഷിക്കുകയില്ല, അല്ലേ? രക്ഷിക്കപ്പെടുകയില്ല. അതായത് ഒരു ജഡം എന്ന് പറഞ്ഞാൽ യഹൂദനോ അന്യജാതിയോ എന്ന് ഉള്ളൊരു അർത്ഥമാണ്. ആരും തന്നെ ശേഷിക്കത്തില്ല. ദ മാൻകൈൻഡ് വിൽ ബി ടോട്ടലി എലിമിനേറ്റഡ്. അതുകൊണ്ടൊരു വേൾഡ് വൈഡ് എഫക്റ്റും ഇതിന് ഉണ്ട്. അടുത്ത കാര്യം, ദ ഗോസ്പൽ ദാറ്റ് ഈസ് പ്രീച്ച് ഡ്യൂറിങ് ദ ട്രിബുലേഷൻ പീരീഡ്. ഈ 70-ാമത്തെ ആഴ്ചയും, അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം ഏതാണ്? മത്തായി സുവിശേഷം 24-14 നമുക്ക് 14-13 നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 24-14-13. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഏത് സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടാൻ പോകുന്ന? 2 സാക്ഷികൾ, 144,000 കർത്താവിൻ്റെ മുദ്രയേറ്റവർ, അവരൊക്കെ ലോകമെങ്ങും പോയി സുവിശേഷിക്കുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ശിഷ്യന്മാരെ പറഞ്ഞ് അയച്ചു വിട്ടോ? ഏതാ? നിങ്ങൾ യഹൂദരല്ലാതെ ഇസ്രായേലിൻ്റെ കളഞ്ഞുപോയ ആടുകളുടെ അടുക്കലല്ലാതെ മറ്റാരുടെയും അടുക്കൽ പോകല്ലേ. ആ ഒരു ടീച്ചിങ്, അതേ പ്രോഗ്രാമാണ് റീസ്റ്റാർട്ട് ആകുന്നത്. ഒരു വാക്യം നമുക്കൊന്ന് കാണാം. അത് മലയാളത്തിലാണ്, അത് അല്പം വ്യത്യസ്തമായിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-10 നമുക്കൊന്ന് വായിച്ച് കാണാം. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ അതേ വാക്യം കിങ് ജെയിംസിൽ വായിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നോക്കണേ. ആൻഡ് cried with a loud voice, saying, Salvation to our God, which sitteth upon the throne, and unto the Lamb. ഈ 2 വാക്യവും വ്യത്യസ്തമായ വാക്യമാണ്. മലയാളത്തിൽ അത് ടോട്ടലി വേറെ രീതിയിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ മത്തായി സുവിശേഷം 24-13 നമ്മൾ വായിച്ചു, അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവനാണ്, സഹിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്
രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കൃപായുഗം കഴിയുമ്പോൾ രക്ഷ ഒരിക്കലും ഒരു ദാനമല്ല. രക്ഷ വിശ്വാസവും സ്വന്തം വ്യക്തിയുടെ പ്രവൃത്തിയും കൊണ്ട് നേടുന്ന ഒരു കാര്യമാണ്. ആ ഒരു വ്യത്യാസം നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ KJVയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ അത് ഒരു തെറ്റായ രീതിയിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സാത്താൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കൃപായുഗത്തിൽ പ്രസംഗിക്കേണ്ട പ്രസംഗം അത് മഹോപദ്രകാലത്തും പ്രസംഗിക്കും. അതേസമയം ഇന്ന് പ്രസംഗിക്കേണ്ട പ്രസംഗം ഇന്ന് കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. പൗലോസപ്പോസ്തലനിൽ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ആ കൃപയുടെ സുവിശേഷമാണ് ഇന്ന് പ്രസംഗിക്കപ്പെടേണ്ടത്. പക്ഷെ അതിന് പകരം ഇന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കും. മഹോദരകാലത്ത് കൃപയുടെ സുവിശേഷം പ്രസംഗിച്ചിട്ട് പറയും ഇനിയും സാത്താൻ്റെ മുദ്ര എടുത്താൽ പോലും രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നുള്ളൊരു ആശയത്തിലേക്ക് ആൾക്കാരെ ആ മുദ്രയിലേക്ക് നയിക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ വേറൊരു ചോദ്യമുണ്ടായിരുന്നു. ഈ 70-ാമത്തെ ആഴ്ച അല്ലെങ്കിൽ മഹോപദ്രകാലം തുടങ്ങുന്നത് എപ്പോഴാണ്? ദാനിയേൽ 9:27 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇസ്രായേൽ മക്കൾ ഉടമ്പടിയുടെ പ്രഭുവായ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനോട് ഒരു കരാറ് ഉറപ്പുവരുത്തും. ആ സമയം മുതലാണ് ദാനിയേലിൻ്റെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചു തുടങ്ങുമ്പോഴല്ല. The tribulation period or the 70th week of Daniel starts with the signing of the agreement or the confirmation of agreement, covenant with the Antichrist, not when the lamb opens the seals. കുഞ്ഞാട് മുദ്ര തുറക്കുമ്പോഴല്ല, മറിച്ച് കരാർ ഒപ്പിടുമ്പോഴാണ് ഈ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായ ഒരു പ്രോഫറ്റിക് ടൈം ഗ്യാപ്പ് ഉണ്ട്. സഭയുടെ റാപ്ചറിന് ശേഷം ഒരു പ്രോഫറ്റിക് ടൈം ഗ്യാപ്പ് ഉണ്ട്. പിന്നീടാണ് ഈ മുദ്ര സൈൻ ചെയ്യുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. And when he had opened the 7th seal, there was a silence in heaven about the space of half an hour. അതിന് മുന്നേ ഉള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോൾ അവിടെ ശബ്ദങ്ങളുണ്ടായിരുന്നു. 1 തൊട്ട് 4 വരെ മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ ഇടിമുഴക്കം, പിന്നെ ദ ബീസ്റ്റ്, വൺ ഓഫ് ദ ബീസ്റ്റ്, അതിൽ ഒരുവർ പറയുകയാണ്, കം ആൻഡ് സീ, ഇവിടെ വരിക, ഇവിടെ കയറി വരിക, ഇവിടെ വരിക, ഇങ്ങനെയുള്ള ശബ്ദം ആദ്യത്തെ 4 മുദ്ര തുറക്കുമ്പോഴുണ്ട്. 5-ാമത്തെ മുദ്രയിൽ ദൈവസന്നിധിയിൽ ഉള്ള ആ സ്വർണ്ണ അൾത്താര ബലിപീഠത്തിൻ്റെ കീഴിൽ നിന്ന് ഉള്ള രക്തസാക്ഷികൾ വലിയ അത്യുച്ചത്തിൽ ദൈവത്തോട് ചോദിക്കുക, ഞങ്ങളുടെ രക്തത്തിന് പകരം നീ എപ്പോൾ ചോദിക്കും എന്ന് ഉള്ളൊരു അവരുടെ ഒരു പ്രാർത്ഥന. 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുകയാണ്. എന്നാൽ 7-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ അരമണിക്കൂറിന് വേണ്ടി ഒരു സൈലൻസ് ഉണ്ട് സ്വർഗത്തിൽ, ഒരു മൗനത. ഈ നമ്മൾ വെളിപ്പാട് പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നോക്കണേ, ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യത്തെ പുസ്തകമാണ്, ടൈം വൈസ് ആദ്യത്തെ ഫസ്റ്റ് ബുക്കാണ്. അതിനകത്ത് അന്ത്യസമയത്ത് എന്ത് സംഭവിക്കണോ ആ കാര്യങ്ങളും ആദിയിൽ തന്നെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 2:13 നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ഫ്രണ്ട്സ്, കൂട്ടുകാർ ചിലർ വന്നിട്ട് ഇയ്യോബിനെ സന്ദർശിക്കാൻ വരുമ്പോൾ അവർ ഇയ്യോബിൻ്റെ ആ കഷ്ടത, ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർ 7 ദിവസവും 7 രാത്രിയും മൗനമായി ഇരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ഇയ്യോബിൻ്റെ ആ സിറ്റുവേഷൻ. നമുക്ക് അതുപോലെ തന്നെ ഒരു ലൈക്ക് വരുവാൻ ഉള്ള ആ ഭയങ്കരത, ദൈവത്തിൻ്റെ ആ ക്രോധത്തിൻ്റെ ഭയങ്കരത
ആ നേച്ചറിൽ നടക്കാൻ പോകുന്നതും മനുഷ്യർക്ക് വരാൻ പോകുന്ന ആ കഷ്ടതയുടെ ആ അളവ് കണ്ടപ്പോൾ ഒരു സൈലൻസ് അതുമാകാൻ പറ്റും. നമുക്ക് സെഫന്യ 1:7 നമുക്കൊന്ന് വായിക്കാം. യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്ക. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു. യഹോവയുടെ ആ കോപം വരുന്നതിന് മുന്നേ പറയുക, സൈലൻസ്, ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ദ ലോർഡ് ആൻഡ് ഐ വിൽ ബി എക്സോൾട്ടഡ്. വിലാപങ്ങളുടെ പുസ്തകം 3:26 നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. അപ്പോൾ ആ ഒരു രക്ഷ, ദൈവത്തിൻ്റെ ആ പ്രവൃത്തി അടുത്തു, അതിൻ്റെ ആ ഒരു ഗാംഭീര്യത്തിൽ, അതിൻ്റെ ആ സീരിയസ്നെസ്സിൽ, അതിൻ്റെ ആ ഹൊറേഴ്സ്, ഭൂമിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അതിൻ്റെ ഒരു സൈലൻസ്, എ കാം ബിഫോർ ദ സ്റ്റോം എന്ന് പറയുന്നത് പോലെ. അടുത്ത് നമ്മൾ ഈ സൈലൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം യോശുവയുടെ പുസ്തകവുമായിട്ട് ഒത്തിരി കമ്പാരിഷൻസ് ഉണ്ട്. ഒന്ന്, യോശുവയുടെ ഹീബ്രു പേര് യഹോഷുവ എന്നാണ്. അതിൻ്റെ അർത്ഥം ഈ ദൈവം രക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതേ പേര് പഴയ നിയമത്തിൽ യോശുവയ്ക്ക് കൊടുത്തിരിക്കുന്ന യഹോഷുവ, ഗോഡ് സേവ്സ്. എന്നിട്ട് ഈ രണ്ട് പുസ്തകവും, യോശുവയുടെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും, വാഗ്ദത്ത ദേശത്തിൻ്റെ ശുദ്ധീകരണവും അതിനെ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ഈ രണ്ട് പുസ്തകം. യോശുവ അവരെ എങ്ങനെ, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിപ്പിച്ചോ, അതുപോലെ ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഇസ്രായേൽ മക്കളെ ഈ ഭൂമിയിലുള്ള അവരുടെ വാഗ്ദത്ത ദേശത്തിലേക്ക്, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്ത ദേശം അതിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുകയാണ്. യോശുവയുടെ 10-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുന്നു, ഗിബെയോന്യർ വന്നിട്ട് ഒരു ചതിവിനാൽ യോശുവയെ കൊണ്ടൊരു കരാർ ഒപ്പിടുകയാണ്. അതേ കാര്യമാണ് ആൻറ്റി ക്രൈസ്റ്റ് ഒരു വഞ്ചനയാൽ ഇസ്രായേലിനെ ഒരു 7 വർഷത്തെ ഒരു കരാറിലേക്ക് എത്തിക്കുന്നു. രണ്ട് പുസ്തകങ്ങൾ, വെളിപ്പാടിലും യോശുവയിലും ആകാശത്ത് സൂര്യനിലും ചന്ദ്രനിലും നാം അടയാളങ്ങൾ കാണുകയാണ്. ഈ രണ്ട് പുസ്തകങ്ങളിലും, യോശുവയിലും വെളിപ്പാട് പുസ്തകങ്ങളിലും യഥാർത്ഥമായിട്ട് യുദ്ധം ചെയ്യുന്നത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവാണ്. യോശുവയുടെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരുവൻ വന്ന് കാണുമ്പോൾ പറയുകയാണ്, നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലം അല്ലേ. കർത്താവാണ് യുദ്ധം ചെയ്യുന്നത് ഈ രണ്ട് ഇടങ്ങളിലും. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ യോശുവ 2 ഉറ്റുനോക്കുന്നവരെ, 2 സ്പൈസിനെ അയക്കുകയാണ് യെരിഹോയിലേക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ 2 വിറ്റ്നസ്സസ്, 2 സാക്ഷികൾ വന്ന് പ്രവർത്തിക്കുകയാണ്. ഈ യോശുവയുടെ പുസ്തകത്തിൽ ഈ 2 ചാരന്മാരെ അയക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തനത്താൽ റാഹാബും അവരുടെ ഭവനവും രക്ഷിക്കപ്പെട്ടതുപോലെ ഈ 2 സാക്ഷികളുടെ പ്രവർത്തനങ്ങളാൽ ഒരു ചെറിയൊരു കൂട്ടം ജനം രക്ഷിക്കപ്പെടും. യോശുവയുടെ 6-ാം അധ്യായത്തിൽ 7 പുരോഹിതന്മാർ 7 കാഹളവുമായിട്ട് കർത്താവിൻ ദൈവത്തിൻ്റെ പെട്ടകവും ചുമന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 7 ദൂതന്മാർ 7 കാഹളവുമായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണത് ഊതുവാൻ. പക്ഷേ യോശുവ ഈ തൻ്റെ ജനത്തിന്, നമുക്ക് യോശുവ 6:10 നമുക്കൊന്ന് 6:10 നമ്മൾ വായിക്കുമ്പോൾ വളരെ ഇതായിട്ട് പറയുകയാണ്. നമുക്ക് ഈ 2 ഭാഗം നമുക്കൊന്ന് വായിക്കാം. യോശുവ ജനത്തോട് ഇങ്ങനെ കൽപ്പിച്ചു, ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ശബ്ദം കേൾപ്പിക്കരുത്, വായിൽ നിന്നൊരു വാക്കും പുറപ്പെടരുത്, അതിന്റെ ശേഷം ആർപ്പിടാം. അപ്പോൾ ഈ കാഹളം ഊതി തുടങ്ങുന്നതിൻ്റെ മുൻപേ ഉള്ള കൽപ്പന എന്തുവാ? നാവിൽ നിന്ന് ഒരു വാക്ക്, ഒരു ശബ്ദം പോലും പുറപ്പെടരുത്. 7-ാമത്തെ ദിവസം 6 പ്രാവശ്യം മൗനമായിട്ട് മതിലിന് ചുറ്റും നടന്ന് 7-ാമത്തെ പ്രാവശ്യം നടന്നതിന് ശേഷം കാഹളം ഊതുന്നത്. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് ആർപ്പിടുന്നത്. അപ്പോഴാണ് ഈ മതിൽ വീഴുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് സൈലൻസ് കാണും. വെളിപ്പാട് പുസ്തകത്തിൽ കാഹളങ്ങൾ ഊതുന്നതിന് മുന്നേ ഒരു മൗനത നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാരണമുണ്ട് ഈ മൗനതയുടെ
അവിടെ ഒരു പ്രാർത്ഥന, മധ്യസ്ഥത, വിശുദ്ധന്മാരുടെ മധ്യസ്ഥത പ്രാർത്ഥന നടക്കുകയാണ് അല്ലേ? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3 തൊട്ട് 6 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്ന് സിംഹാസനത്തിൻ മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു, ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു. Praise the Lord. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു പ്രാർത്ഥന, ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഒരു ഇന്റർസെസറി പ്രെയർ നടക്കുകയാണ് അവിടെ. അതിൻ്റേതും ആകാം ഈ മൗനത. ഈ സ്വർണ്ണ ബലിപീഠം നമുക്ക് ഗോൾഡൻ ആൾട്ടർ പുറപ്പാട് പുസ്തകം 39-ന്റെ 38-ലും 40-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 4-ാം അധ്യായവും 2 ദിനവൃത്താന്തത്തിലും നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പ്രോഫസി പ്രോഗ്രാം അതേ മുമ്പുണ്ടായിരുന്ന അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഇവരുടെ പ്രാർത്ഥന വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 തൊട്ട് 10 വരെയുള്ള വാക്യത്തിൽ ഇവരുടെ പ്രാർത്ഥന നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് 6, 9 തൊട്ട് 10. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഇതാണ് അവരുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഈ കാഹളനാദങ്ങൾ. നമുക്ക് 8-ാമത്തെ അധ്യായം വെളിപ്പാട് 8-ന്റെ 3-ൽ ചില തിയോളജൻസ്, വളരെ ഫേമസ് ആയ തിയോളജൻസ്, വില്യം മക്ഡൊണാൾഡ് പോലുള്ള തിയോളജൻസ് പറയുന്നത് ഈ വെളിപ്പാട് 8-ന്റെ 3-ൽ മറ്റൊരു ദൂതൻ എന്ന് പറയുന്നത് അത് ക്രിസ്തു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി ക്രിസ്തു അല്ല. നമുക്ക് ആ ഒരു വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. നമുക്ക് 3-ാമത്തെ വാക്യം വെളിപ്പാട് 8-ന്റെ 3. മറ്റൊരു ദൂതൻ ഒരു സ്വർണധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. അപ്പൊ ഈ മറ്റൊരു ദൂതൻ അത് ക്രിസ്തു ആണെന്ന് ചില തിയോളജൻസ് പറയാൻ കാര്യം നമ്മൾ ക്രിസ്തുവിൽ കൂടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ആശയത്തിലാണ്. പക്ഷെ അത് ക്രിസ്തു അല്ല. കാരണം ഈ അനദർ അല്ലെങ്കിൽ മറ്റൊരു എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ 2 പദങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അലോസ്, രണ്ടാമത്തെ ഹെറ്റിറോസ് എന്നാണ്. ഈ 2 അലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരേ ടൈപ്പിലുള്ള മറ്റൊരെണ്ണം. ഹെറ്ററോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻറ്റയർലി ഡിഫറെൻറ്റ്, മറ്റൊരെണ്ണം, ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 1 ഡസൻ റോബസ്റ്റ പഴം വാങ്ങിച്ചു. ഒരെണ്ണം ഞാൻ എൻ്റെ മകന് കൊടുത്തു, മറ്റൊരെണ്ണം എൻ്റെ മകൾക്ക് കൊടുത്തു. അപ്പോൾ 2 പേർക്കും ഞാൻ കൊടുത്ത ഒരേ ടൈപ്പിലുള്ള, അതായത് അലോസ്, ഒരേ ടൈപ്പിലുള്ള 2 വ്യത്യസ്ത പഴങ്ങളാണ് ഞാൻ പിള്ളേർക്ക് 2നും കൊടുത്തത്. അതേസമയം ഞാൻ മകന് ഒരു റോബസ്റ്റ പഴം, മോക്കൊരു ഓറഞ്ചും ഞാൻ കൊടുത്താൽ അത് ഹെറ്ററോസ് എന്ന് പറയും, ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. ഓറഞ്ച്, ഇത് 2ഉം പഴങ്ങളാണ്, പഴവർഗ്ഗങ്ങളിൽ വരുന്നതാണ്. പക്ഷേ റോബസ്റ്റ പഴവും ഓറഞ്ചും വ്യത്യസ്തമായ 2 ഫലങ്ങളാണ് അല്ലേ? അതുപോലാണ് ഹെറ്ററോസിൻ്റെ അർത്ഥം. വെളിപ്പാട് പുസ്തകം 8-ന്റെ 3-ൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ മറ്റൊരു ദൂതൻ, അനദർ എന്നുള്ള വാക്കിന് ഉപയോഗിച്ച വേർഡ് അലോസ് എന്നാണ്. അതായത് ഓഫ് ദ സെയിം കൈൻഡ്. അതായത് ഇതിനു മുന്നേ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന 7 ദൂതന്മാർ, ആ ദൂതന്മാരെ പോലെ മറ്റൊരു
ദൂതൻ. ഇറ്റ്സ് ജസ്റ്റ് എൻ ഏഞ്ചൽ, അനദർ ദൈവത്തിന് എണ്ണം കൂടാതെ, ലൈക്ക് എണ്ണാൻ കഴിയാത്ത രീതിയിൽ അനേകം മില്യൺസ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട് ദൈവത്തിൻ്റെ സേവനത്തിൽ. ഈ രണ്ട് വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം നമ്മുടെ സുവിശേഷവുമായിട്ട് സംബന്ധിച്ച് വരുമ്പോൾ ഗലാത്യർക്കെഴുതിയ ലേഖനം 1:6 വാക്യം നമുക്കൊന്ന് വായിക്കാം, 6-7. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഇവിടെ രണ്ടിടത്ത് ഒരേ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തിരിക്കുക. അനദർ, മലയാളത്തിൽ മറ്റൊരു, വേറൊരു സുവിശേഷം, അല്ലേ? വേറൊരു എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആദ്യം കാണുന്നത്, ഐ മാർവൽ ദാറ്റ് യു ആർ സോ സൂൺ റിമൂവ്ഡ് ഫ്രം ഹിം ദാറ്റ് കോൾഡ് യു ഇൻ ടു ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ് അൺ ടു അനദർ ഗോസ്പൽ. ഈ 6 വാക്യത്തിൽ അനദറിന് യൂസ് ചെയ്തിരിക്കുന്ന ഹെറ്ററോൺ, അതായത് മറ്റൊരു വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ പോകുന്നു. 7 വാക്യത്തിൽ അനദറിന് യൂസ് ചെയ്തിരിക്കുന്ന അലോൺ, അതായത് പൗലോസ് പറയുക, ഞാൻ പ്രസംഗിച്ച പോലുള്ളൊരു സുവിശേഷമല്ലത്, അത് വ്യത്യസ്തമായൊരു സുവിശേഷത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ട്. യോഹന്നാൻ സുവിശേഷം 14:16 കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവായ യേശു ക്രിസ്തു അവിടെ മറ്റൊരു കാര്യസ്ഥനെ അയക്കും എന്ന് പറയുമ്പോൾ അവിടെ അനദർ, മറ്റൊരു എന്നുള്ളതിന് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് അലോസ് എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന അലോൺ എന്നുള്ളൊരു വാക്ക്. അതായത് ഒരേ ടൈപ്പ്, ഒരേ കൈൻഡ്, എന്നാൽ മറ്റൊരു വ്യത്യസ്തമായ, റൈറ്റ്? സെയിം നേച്ചർ, സെയിം എസൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുക, പിതാവ്, പുത്രന്, പരിശുദ്ധാത്മാവ് ഒരേ നേച്ചറാ, ഒരേ കൈൻഡാ. മനസ്സിലാകുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കാര്യം തന്നെ നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 15:20, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10:16 പൗലോസ് പറയാം, മറ്റൊരാളുടെ അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിയാതിരിക്കേണ്ടതിന്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് അലോട്രിയോൺ, അലോസ് ആൻഡ് ഹെട്രോണിൻ്റെ കോമ്പിനേഷനാണ്. അതിൻ്റെ അർത്ഥം ഹോസ്റ്റൈൽ, അതായത് നമുക്ക് വിപരീതമായ, നമുക്ക് പ്രതികൂലമായ അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിയാതിരിക്കേണ്ടതിന്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടോ പ്രിയമുള്ളവരെ? രാജ്യത്തിൻ്റെ സുവിശേഷവും പൗലോസ് അപ്പോസ്തലനിൽ കൂടി കർത്താവ് നൽകിയ സുവിശേഷവും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ്. ഇത് രണ്ടും വേറെ ഡയറക്ഷനിലോട്ട് പോകുന്ന വണ്ടികളാണ്. ഒരെണ്ണം ഭൂമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണവും മറ്റേത് സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണത്തെയും സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഡിവിഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഈ റോമൻസ് 15:20 2 കൊരിന്ത്യർ 10:6 അതിൻ്റെ 16 മറ്റൊരുവൻ്റെ ലൈൻ ഓഫ് തിങ്സ്, മറ്റൊരുവൻ്റെ അതിരിനുള്ളതിൻ്റെ ആ ഒരു മീനിങ്, ആ വാക്കിന് ഹോസ്റ്റൈൽ, നോട്ട് വൺസ് ഓൺ, അതായത് നമുക്ക് വിപരീതമായ, എതിർകക്ഷികൾ എന്ന് പറയുന്നത് പോലുള്ള മീനിങ് ആണ് ഹോസ്റ്റൈൽ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുക, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ വെളിപ്പാട് 8:3 ദൂതൻ, മറ്റൊരു ദൂതൻ എന്ന് പറയുന്നത് ക്രിസ്തു അല്ല, മറിച്ച് 7 ദൂതന്മാരെ പോലുള്ളൊരു മറ്റൊരു ദൂതൻ. മുന്നോട്ട് പോകാം. ആദ്യത്തെ കാഹളം, വെളിപ്പാട് പുസ്തകം 8:7 നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചുരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ ആദ്യത്തെ കാഹളം ഊതുമ്പോൾ ഭൂമിയിലെ എല്ലാ പുല്ലുകൾ, പച്ചപ്പുല്ലുകളെ, വെജിറ്റേഷൻ, വൃക്ഷങ്ങൾ
പ്ലാന്റേഷനിലെ മൂന്നിലൊന്ന് എന്ത് ചെയ്യുകയാണ്? കത്തിപ്പോവുക. കഴിഞ്ഞ സമയത്ത് നമ്മൾ നോക്കിയായിരുന്നല്ലോ, 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിൽ നിന്ന്, 4 മൂലയിൽ നിന്ന് കാറ്റിനെ തടഞ്ഞ് വെക്കുകയാണ് അല്ലേ? ഉം. അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുക? കാറ്റ് അയച്ചിരിക്കുക. അപ്പോൾ ഈ തീ വന്ന് വീഴുകയാണ്. ഏ, നമുക്ക് മുൻപോട്ട് വായിക്കാം, ഓരോ ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ഫ്ലഡ്. ഇത് മിസ്രൈമിലെ 9ാമത്തെ ബാധയായിരുന്നു കൽമഴയും തീയും. നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മിസ്രൈമിൽ നടന്ന അതേ ബാധകൾ തന്നെ വീണ്ടും വളരെ അതിശക്തിയോടുകൂടി വീണ്ടും വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്ന് പറയുന്ന പോലെ മുമ്പുണ്ടായിരുന്നത് തന്നെ അധിക കഠിനത്തിൽ വീണ്ടും നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സൃഷ്ടിയുടെ 3ാം ദിവസം അല്ലേ, ഉൽപ്പത്തി 1:11-12 ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അത് ഇവിടെ 1/3 നശിക്കുകയാണ്. രണ്ടാമത്തെ കാഹളം നമുക്ക് 8ാം അധ്യായം 8ാം വാക്യം നമുക്ക് വായിക്കാം. 8-9. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വന്മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. ഇത് വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാട്ടർ ടേൺ ടു ബ്ലഡ് 1ാമത്തെ ബാധയാൽ ഇവിടെ എന്തു പറ്റുന്നു? ഒരു മൗണ്ടൻ എന്ന പോലെ, ഒരു മലയല്ല അത്, പക്ഷെ ആസ് ഇറ്റ് വേർ എന്നുള്ളൊരു പദം യൂസ് ചെയ്തിരിക്കുക. ആസ് ഇറ്റ് വേർ എ ഗ്രേറ്റ് മൗണ്ടൻ ബേണിംഗ്. ഒന്നിലൊരു വീണ ദൂതനോ അല്ലെങ്കിൽ ഒരു മെറ്റിയോർ, അത് ഉൽക്കയോ എന്തെങ്കിലും ആകാൻ കഴിയും. അത് വന്നിട്ട് വീഴുമ്പോൾ ഇത് അക്വേറ്റിക് വേൾഡ്, അതായത് മെറൈൻ വേൾഡ്, സമുദ്രത്തിന്മേൽ ഉള്ളൊരു ന്യായവിധിയാണ്. 1/3 ഓഫ് ദ സീ ബിക്കെയിം ബ്ലഡ്. അതിനകത്തുള്ള ജീവജാലങ്ങൾ മരിക്കുകയും, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഷിപ്സ് വന്ന് ഡോക്ക് ചെയ്യുന്ന ഏരിയയാണ് ഈ മിഡിൽ ഈസ്റ്റ് ഭാഗം, മെഡിറ്ററേനിയൻ, മിഡിൽ ഈസ്റ്റ് ഏരിയ. അത് നമുക്ക് കാണാൻ കഴിയും. 1/3 ലോകത്തിൻ്റെ എല്ലാ കപ്പലും എന്ത് ചെയ്യുക? നശിക്കുക. അപ്പം തന്നെ ഒന്ന് നോക്കണം, എത്ര വലിയ പൊല്യൂഷനാണ് നടക്കുന്നത്. വേൾഡിൻ്റെ ബാലൻസേ, നാച്ചുറൽ ബാലൻസേ തെറ്റിപ്പോവുകയാണ്. മൂന്നാമത്തെ കാഹളം വെളിപ്പാട് പുസ്തകം 8-10-11. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യർ പലരും മരിച്ചുപോയി. ഇത് ഈ വരുന്ന ഫെൽ എ ഗ്രേറ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഇതൊരു വീണുപോയ ദൂതന, അതിനൊരു പേര് കൊടുത്തിരിക്കുക അല്ലേ. ഫോളൻ ഏഞ്ചൽ വന്ന് വീഴുകയാണ്. അതിനൊരു പേര് കൊടുത്തിരിക്കുക, വേംവുഡ്, കാഞ്ഞിരം. ശുദ്ധജലത്തിന്മേലുള്ള ഒരു ന്യായവിധി. ഇപ്പം കുടിവെള്ളമില്ല, ഇതിനു മുന്നേ ഉള്ളത് കടൽ വെള്ളമാണ്, അതിനുള്ളൊരു ന്യായവിധിയായിരുന്നു. ഇപ്പോൾ ശുദ്ധജലം നശിച്ച് അതെല്ലാം മലിനമായി, കയ്പുള്ളതായി അനേകർ മരിക്കുക. അപ്പോഴും നോക്കണം, ഈ സമയത്ത് ഭൂമിയിൽ സുവിശേഷ വേല നടന്നുകൊണ്ടിരിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 16ാം അധ്യായം 17-18 നമുക്കൊന്ന് വായിക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ അവിടെ ആൻറ്റാക്രൈസ്റ്റിൻ്റെ വളരെ പീഡനം നടക്കുകയാണ്. വിൽക്കുവാനോ വാങ്ങുവാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഇടയിൽ സുവിശേഷം വേല ചെയ്യുന്ന 144,000 പേര്, 2 സാക്ഷികൾ, മറ്റ് ജനങ്ങൾ, ഇവർക്കൊക്കെ ദൈവം എന്ത് കൊടുത്തിരിക്കുക? ഒരു പ്രത്യേക കഴിവ് കൊടുത്തിരിക്കുക. ഈ വെള്ളമെല്ലാം മലിനമായി, അത് കുടിക്കുമ്പോൾ ഇവർ മരിക്കുന്നില്ല.
കാരണം എന്നാ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ വാക്യം എല്ലാം ഈ ടൈമിലേക്കുള്ള വാക്യങ്ങളാണ്. ഞാൻ എങ്ങനെ ബൈബിൾ പഠിക്കണം എന്നുള്ള ആദ്യത്തെ മലയാളം വീഡിയോയിൽ ഞാൻ ചില ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. സ്നേക്ക് ഹാൻഡ്ലിംഗ് ചർച്ചസ്. ഇവിടെ അനേക ഇടത്തുള്ള ഒരു ചർച്ചാണ്. അവർ ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചാണ്. അവർ ആരാധനയുടെ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേനെ അവർ ബോക്സ് തുറന്ന് എല്ലാവരും പാമ്പുകളെടുത്ത്, വിഷമുള്ള പാമ്പുകളെടുത്ത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അനേകർ മരിച്ചിട്ടുണ്ട് ഈ പാമ്പിൻ്റെ കടിയാൽ. അവർ പറയുന്നത് എന്താ? അവരുടെ രഹസ്യ പാപം നിമിത്തമാണ് അവർ മരിച്ചു പോയെന്ന്. അപ്പോൾ ഈ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാതെ ഇരുന്നാലുള്ള കുഴപ്പങ്ങളാണിത്. ഇവിടെ 1/3 കാട് നശിച്ചു പോയി. അപ്പോൾ വന്യമൃഗങ്ങളെല്ലാം എവിടെ ഉണ്ട്? നാട്ടിലുണ്ട്, സിറ്റിയില. മനുഷ്യരുടെ ഇടയിലാണ് വന്നിരിക്കുന്നത്. 1/3 കാടുകൾ തീ കത്തിയായപ്പോൾ വെള്ളം വിഷമായി മാറുകയാണ്. നമുക്ക് നാലാമത്തെ കാലത്തിലേക്ക് നമുക്ക് കടക്കാം. 8:12-13. നാലാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക്, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇവിടെ വെളിപ്പാട് 8:12 ദ ഫോർത്ത് ഏഞ്ചൽ സൗണ്ടഡ്. ഇപ്പോൾ സെലസ്റ്റിയൽ വേൾഡ്, അതായത് ആകാശമണ്ഡലങ്ങളിൽ താരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അതിന്മേലാണ് ദൈവത്തിൻ്റെ കോപം പകരപ്പെടുന്നത്. എന്ത് പറ്റുകയാണ്? അതെല്ലാം 1/3 ഇരുണ്ടു പോവുക, പ്രകാശം കൊടുക്കാതെ ആകുകയാണ്. ഇത് മിസ്രൈമിലെ 9ാമത്തെ ബാധയാണ്. പുറപ്പാട് 10ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. മിസ്രൈമിൽ എങ്ങും കനത്ത ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒരുവൻ അവൻ്റെ സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റ് പോലും ഇല്ല. അത്ര ഭയങ്കര കനത്ത ഇരുട്ട്. അതേസമയം അവർക്ക് കാണാൻ കഴിയും ഗോഷാൻ പ്രദേശത്ത് പ്രകാശമുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ട് പുറത്തു വരുമ്പോൾ അനേക മിസ്രൈമ്യർ യഹൂദരായി ഇവരോട് കൂടെ മിസ്രൈം വിട്ട് വരികയുണ്ടായി. അതൊരു നിഴലാണ്. അനേക ജെൻറ്റൈൽസ് പോലും ഇസ്രായേലിൽ കൂടി രക്ഷ പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും. അതിൻ്റെ 13ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ ഒരു കഴുകൻ പറക്കുന്നതായിട്ടാണ്. അതേസമയം KJV ഒരു ഏഞ്ചൽ, അതാണ് കറക്റ്റ്, ഏഞ്ചൽ ഫ്ലൈങ്. ആ വാക്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ലൂക്കോസ് 21:25 ഒരു കർത്താവ് പറയുകയുണ്ടായി, ആകാശത്തിൽ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനിലും അടയാളങ്ങൾ കാണും എന്ന്. സൃഷ്ടിയുടെ 4ാം ദിവസത്തിലാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട്. ഇവിടെ 4ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ അതിൻ്റെ മേൽ ന്യായവിധി വരികയാണ്. മത്തായി സുവിശേഷം 24:22 നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ആമോസിന്റെ 8ാം അധ്യായം 9ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്, മനസ്സിലാക്കിയത് എന്നാന്ന് വെച്ചാൽ, പീഡനം ഈ 70th വീക്ക് ഇതിനകത്ത് ലോകമെങ്ങും വയലൻസ് ആണ് ഉള്ളത്. മനുഷ്യരെ കൊല്ലുന്ന ടൈപ്പ് ഭയങ്കര വയലൻസ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? ദിവസങ്ങളെ ചുരുക്കുക എന്ന് പറയുമ്പോൾ ഈ പീഡനകാലത്തിൻ്റെ 70ാമത്തെ ആഴ്ചയുടെ ദിവസങ്ങളുടെ എണ്ണം കുറയുന്നില്ല. ആദ്യത്തെ 3.5 വർഷവും 2ാമത്തെ ഭാഗം 3.5 വർഷം തന്നെയാണ്. 1260 ദിവസമാണ് 2 ഭാഗം ആഡ് ചെയ്യുമ്പോൾ. ഇത് 7 years, 7 വർഷം. ആ ഒരു പീരീഡ് കുറയുന്നില്ല. പക്ഷെ എന്തുവാണ് ദൈവം കുറച്ചതെന്നറിയാമോ?
പകൽ സമയം. ആമോസിന്റെ 8:9 വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്തുവാ? സൂര്യൻ ഉച്ചയ്ക്ക് അസ്തമിക്കും. അപ്പോൾ പകൽ നേരം വെട്ടമുള്ള സമയം വെറും 8 മണിക്കൂറായിട്ട് കുറയുക. വളരെ കുറയുക, 1/3 ആയിട്ട് കുറയുക. അപ്പോൾ എന്തുണ്ട്? കൂടുതൽ രാത്രി. അത് കാരണം എന്തുണ്ട്? ആൾക്കാർക്ക് ഒരു കൺട്രോൾ ഉണ്ട്. വയലൻസ് അതുപോലെ നശിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു? ഇലക്ട്സ് സേക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരെ ഓർത്ത്, അല്ലെങ്കിൽ ഒരു ജഡവും ശേഷിക്കുകയില്ല. ഇതാണ് ആ പീരീഡ് ദൈവം സമയം കുറയ്ക്കുന്നത്. വോ വോ വോ, അയ്യോ 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 എന്ന്, കഷ്ടം 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 എന്ന് സ്വർഗത്തിൽ ദൂതൻ വിളിച്ച് പറയുന്നത് ദൈവം നമുക്ക് വെളിപ്പാട് പുസ്തകം 8-13 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കൊന്ന് വായിക്കാം. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് 2 ഭാഗമായിട്ട്, 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 4 പിന്നീട് വരാനുള്ള 3. ഈ ആദ്യത്തെ 4 ജഡ്ജ്മെന്റ്, 4 കാഹളത്തിന് വെറും 7-8 വാക്യങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ആദ്യത്തെ 4 കാഹളനാദങ്ങളുടെ ന്യായവിധിയെക്കുറിച്ച് പരാമർശിക്കാൻ. അതേസമയം ഇനി വരുവാനുള്ള 3 കാഹളത്തെക്കുറിച്ച് 3 അധ്യായങ്ങൾ തന്നെ, 9 അധ്യായം, വെളിപ്പാട് 9 തൊട്ട് വെളിപ്പാട് 11 വരെയുള്ള ഭാഗങ്ങൾ വരാനുള്ള 3 കാഹളനാദങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഈ ആദ്യത്തെ 4 കാഹളങ്ങൾ നേച്ചർ, അതായത് പ്ലാന്റ്, ഫോറസ്റ്റ്, മെറൈൻ, കടൽ, പിന്നെ ശുദ്ധജലം, പിന്നെ ആകാശമണ്ഡലം, സൂര്യൻ, നക്ഷത്രം, ചന്ദ്രൻ, ഇതിന്മേലായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട എഫക്റ്റ്, ഇമ്പാക്റ്റ്. അതേസമയം ഇനി വരാൻ പോകുന്ന 3 കഷ്ടങ്ങൾ, 3 കാഹളനാദങ്ങൾ, അത് ഭൂനിവാസികളുടെ മേൽ വരാനുള്ള കഷ്ടതകളാണ്. വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇതുപോലെ 2 ഡിവിഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കാണണമെങ്കിൽ ഫോർ ദ 6-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം അവസാനിച്ച ഒരു ചോദ്യത്തോടു കൂടിയാണ്. ഫോർ ദ ഗ്രേറ്റ് ഡേ ഓഫ് ഹിസ് റാത്ത് ഹാസ് കം ആൻഡ് ഹൂ ഷാൽ ബി ഏബിൾ ടു സ്റ്റാൻഡ്? ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന്. അവൻ്റെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് ഉള്ളൊരു ചോദ്യത്തോടു കൂടിയാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അവസാനിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. മുദ്രയിട്ട, കർത്താവിൻ്റെ മുദ്ര ലഭിച്ച 1,44,000 യഹൂദർ പിടിച്ചു നിൽക്കും. രണ്ടാമത്തെ 2 സാക്ഷികൾ വന്ന് അവർ രക്തസാക്ഷികളാവോളം അവരെന്ത് ചെയ്യുകയാണ്? അവർ സുവിശേഷം ഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ ഉള്ള സ്വർണസിംഹാസനത്തിന് കീഴിൽ അനേക രക്തസാക്ഷികളുടെ ആത്മാക്കളെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ മരണം ഒരു പരാജയമല്ല. അവരവസാനം വരെ സത്യത്തിനു വേണ്ടി നിന്ന് ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്താൽ അവർ എതിർ ക്രിസ്തുവിനെ ജയിച്ചതാണ്. ദേ ആർ ഓവർകമേഴ്സ്. അവർ മരിച്ചു, അവർ രക്തസാക്ഷികളായെങ്കിലും അവരെന്ത് ചെയ്തു? അവസാനം വരെ സഹിച്ചു നിന്ന് ജയാളികളാണ് അവർ. അതുപോലെ 3-ാമത്തെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ കഴിയും. ഒരു വലിയൊരു പുരുഷാരം, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും ഒരു വലിയ പുരുഷാരം. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതൊരു
ജൂയിഷ് യഹൂദരാണ് അതിനകത്തെ മെജോറിറ്റി ആൾക്കാർ യഹൂദരാണ്. ലോകമെങ്ങുമുള്ള യഹൂദർ, ചിതറിപ്പാർക്കുന്ന യഹൂദർ രക്തസാക്ഷികളാകുന്ന ഒരു വലിയൊരു കൂട്ടം, വലിയൊരു സമൂഹം. അതുപോലെ തന്നെ മ്ലേച്ഛ വസ്തു അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ കർത്താവ് പറയുകയുണ്ടായി, നിങ്ങൾ യഹൂദ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകുക. അപ്പോൾ ആ ഓടിപ്പോകുന്ന കൂട്ടർ, അതിനെക്കുറിച്ച് തിരുവചനം മറ്റുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ദൈവം അവൾക്ക്, ഈ ആൺകുട്ടിയെ പ്രസവിച്ചവർക്ക്, ആ സ്ത്രീക്ക് ദൈവം കഴുകിൻ്റെ ചിറക് പോലെ ചിറക് കൊടുത്ത് ദൈവം ഒരുക്കിയ സ്ഥലത്ത് അവൾ പറന്നുപോയി എന്ന് ഒരു പോയറ്റിക് രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഈ കൂട്ടരെ കുറിച്ചാണ്. ഇവർ ഓടി രക്ഷപ്പെടുകയാണ്, പർവ്വതങ്ങളിലേക്ക് ഓടി, പെട്ര എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് ഓടിപ്പോയി അഭയം തേടുക. ദൈവം അവർക്കൊരു പ്രത്യേക കരുതലുണ്ട്. എങ്ങനെ കർത്താവ് ഏലിയാവിന് കാക്കയും ഒരു കെരീത്തോടും കൊണ്ട് അപ്പവും ഇറച്ചിയും എത്തിച്ചതുപോലെ ദൈവം അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നുണ്ട്. എങ്ങനെ മരുഭൂമിയിൽ കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവർ മുമ്പ് കണ്ടിട്ടില്ലാത്ത, കഴിച്ചിട്ടില്ലാത്ത മന്ന പൊഴിച്ചു കൊടുത്തോ, അതുപോലെ അവർക്ക് ദൈവം ഒരു പ്രത്യേക കരുതൽ കൊടുക്കും. അവർ ഈ കർത്താവിൻ്റെ രണ്ടാം വരവോളം വരെ ദൈവം അവരെ പരിപാലിക്കും, അവർ പിടിച്ചു നിൽക്കും. പിന്നെ ഭൂമിയിലെങ്ങും ഉള്ള ജെൻറ്റൈൽസ് അനേക അന്യജാതിക്കാർ, അവരും ഈ 70-ാമത്തെ ആഴ്ച സർവൈവ് ചെയ്യും. കഷ്ടകാലം ഒക്കെ അവരും സർവൈവ് ചെയ്യും. വിശ്വാസത്താലൊന്നുമല്ല, സാധാരണ സർവൈവ് ചെയ്യുന്ന പോലെ സർവൈവ് ചെയ്യും. ഇതിനകത്തൊക്കെ ഇവരെല്ലാവരും എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കുകയുണ്ടായി. ദേ വിൽ മേക്ക് ഇറ്റ് ത്രൂ ദ 70th വീക്ക്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭ ഈ ഭൂമിയിൽ ആ സമയത്ത് ഇല്ല. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ എന്തുവാണ്? കർത്താവിൻ്റെ രഹസ്യവരവ്, അല്ലേ? കർത്താവിൻ്റെ താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടു കൂടി വരുമ്പോൾ, ഇന്ന് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈ കൃപായുഗത്തിൻ്റെ അവസാനത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, ക്രിസ്തുവിലായിരിക്കുന്ന നാമും, ക്രിസ്തുവിൽ മരിച്ചു പോയവർ, ഈ കൃപായുഗത്തിലുള്ളവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കാൻ നാം മധ്യാകാശത്തിൽ ഉയർത്തെഴുന്നേറ്റ്, അങ്ങനെ നാം ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ആയിരിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക, മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് പൗലോസ് അപ്പോസ്തലനിൽ കൂടി ഇന്ന് കർത്താവ് വെളിപ്പെടുത്തിയ ആ സത്യസുവിശേഷത്തിൽ നാം നിലനിൽക്കുന്നു. അതാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? അതോ നമ്മൾ ഹോസ്റ്റൈൽ ഫൗണ്ടേഷൻ, നമുക്ക് വിപരീതമായ പദ്ധതിയിലാണോ നാം നിലനിൽക്കുന്നത്? നമ്മളെ തന്നെ ശോധന ചെയ്ത് നമുക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.